സോണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് വില്ലന്മാർക്ക് ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. യൂസ്റ്റസ് കിഡ്, ലോ, ലൂഫി ഇവരെല്ലാവരും അവരുടെ കപ്പലുമായി അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ലൂഫിയുടെ ടീം വളരെ പവർഫുള്ളാണ്. അവരിൽ സോറോയും സാഞ്ചിയും അവർ രണ്ടുപേരും മാത്രം മതി ആ 3 കപ്പലിലുള്ള വില്ലന്മാരെ സെക്കൻഡുകൾ കൊണ്ട് തീർക്കാനായിട്ട്. പിന്നെയും നമ്മുടെ ലോയും യൂസ്റ്റസ് കിഡിൻ്റെ ആൾക്കാരും കപ്പലുകളും ഒക്കെ ബാക്കിയാണ്. സോ വില്ലന്മാർക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. അവരങ്ങനെ നടുങ്ങി നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ യൂസ്റ്റസ് കിഡിനെ കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം ഓൾറെഡി ലൂഫി അവനോട് സഹായം ചോദിച്ചതാണ്. പക്ഷെ ആ സമയം അവനെ സഹായിക്കാൻ തയ്യാറാവാതെ അവൻ അവിടുന്ന് കടന്നുപോയി. യൂസ്റ്റസ് കിഡിന്റെ ഏറ്റവും വലിയ കൺസേൺ അവന്റെ ടീംമേറ്റ്സുകളെ കുറിച്ച് ഓർത്തായിരുന്നു. കൈഡോ അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ അവരെല്ലാവരും സേഫാണ്. അവൻ ലൂഫിയോട് ചേർന്ന് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാനല്ല, മറിച്ച് അവനും അവൻ്റെ ടീമുമായിട്ട് കൈഡോയോട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് കൈഡോയെ ഇല്ലാതാക്കാനാണ് അവിടേക്ക് എത്തിയത്. അവരാണെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. ഫസ്റ്റ് ജനറേഷനിൽ പെട്ട എല്ലാവരും നമ്മളെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ആദ്യം തീർക്കണമെന്ന് പറഞ്ഞ് അവർ വെപ്പൻസ് നമ്മുടെ ആൾക്കാർക്ക് നേരെ ഡൈവേർട്ട് ചെയ്യാണ്. അത് കാണേണ്ട താമസം സോറോയും ഉസോപ്പും ടീമും എല്ലാവരും ചേർന്ന് ആ വെപ്പൻസ് അങ്ങനെ വെട്ടിയെറിയും. ക്യാരറ്റ് ആണെങ്കിൽ ഹാപ്പി ആയിട്ട് കിന്നിനെ നോക്കി കൈവീശി കാണിക്കുകയാണ്. കിന്നിനാണെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് കൂടും. ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്ലാനുകൾ അത് ഇപ്പോഴും ഓൺ തന്നെയാണ്. നമ്മുടെ ഹോപ്പ് അത് ഡൗൺ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ആ വില്ലന്മാരെ നമ്മൾ തകർക്കുമെന്ന് പറയും. കാഞ്ചറോയ്ക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ലൂഫിയാൻ ടീം അവർ ജയിലിലാണെന്നാണ് അവൻ കരുതിയത്. അതുപോലെ തന്നെ ലോഡ് അസിസ്റ്റൻസിനെ കാർഡ് വില്ലൻ അവൻ ലോക്ക് ചെയ്തെന്നാണ് അവസാനമായിട്ട് അവൻ അറിയാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ അവൻ്റെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തി അവരെല്ലാവരും പൂർവാധിക ശക്തിയോടുകൂടെ അവർ തിരികെ എത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ അവനങ്ങനെ ചുറ്റും നോക്കും. വിൻഡോസ്കി ആണെങ്കിൽ കാഞ്ചറോടെ കയ്യിൽ ആഞ്ഞ് കടിക്കുകയാണ്. എന്നെ വിട്, മര്യാദയ്ക്ക് എന്നെ വിടുന്നതാണ് നല്ലതെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാഞ്ചറോ വീണ്ടും വീണ്ടും ആ ലെറ്ററിൽ എഴുതിയ കാര്യങ്ങൾ തന്നെ ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. ഇനി ഒരു പക്ഷേ ഒറോച്ചി അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവുമോ? അതുമാത്രമല്ല, ഒറോച്ചിയുടെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് അവർ കറക്റ്റായിട്ട് നമ്മുടെ ആൾക്കാരുടെ കപ്പലുകളിലെല്ലാം തന്നെ ബോംബ് വെച്ചതാണ്. എന്നിട്ട് എന്തുകൊണ്ട് അത് തകർന്നില്ല? ബേർഡ്സ് ഹ്യൂമൻസ് ആണെങ്കിൽ ഇപ്പൊ കാഞ്ചറോട് പറയും, സത്യത്തിൽ ഞങ്ങൾ ബോംബിട്ട് അത് തകർത്തതാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് എങ്ങനെ അത് ബാക്ക് ടു നോർമലായെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാഞ്ചറോയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. അവന്റെ ലെറ്റർ അത് മുഴുവനായിട്ടും ഒറോച്ചി വായിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റെന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ലാസ്റ്റ് നൈറ്റ് ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പൊ ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ കുറച്ച് മാസമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരു കോട്ടൊക്കെ റെഡിയാക്കും. അതേസമയം സോറോ ആണെങ്കിൽ പ്രാക്ടീസ് എടുക്കാൻ വീണ്ടും പുറത്തേക്ക് പോകും. അതിന് സാഞ്ചി പറയും, മര്യാദയ്ക്ക് നീ അടുത്ത് എവിടെയെങ്കിലും നിന്ന് നിങ്ങ എടുത്താൽ മതി. നാളെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോകാനുള്ളതാണ്. നിന്നെ അന്വേഷിച്ച് വരാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. സോറയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോയി സാഞ്ചിക്ക് നേരെ കലിപ്പായിട്ട് തിരിയുമ്പോഴായിരിക്കും അവരുടെ കപ്പലിലേക്ക് ആ വലിയ ബോംബ് വന്ന് വീഴുക. ബോംബാണെങ്കിൽ വലിയ ശബ്ദത്തിൽ അങ്ങനെ പൊട്ടിത്തെറിക്കും. അവർ ആ ഭാഗത്തേക്ക് ഓടിയെത്തുകയാണ്. സത്യത്തിൽ നമ്മുടെ 1000 സണ്ണി കപ്പലിന് സ്ട്രെങ്ത് ഒരുപാട് കൂടുതലാണ്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജ്വൽ ട്രീ സ്പെഷ്യൽ ട്രീസ് അതിൻ്റെ ബ്രാഞ്ചസും തടികളും ഒക്കെ ഉപയോഗിച്ചാണ്. സോ ബോംബിന് പവർഫുൾ തടികളെ അത്ര വേഗം തകർത്തില്ലാതാക്കാൻ കഴിയില്ല. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും വില്ലന്മാർ അവരുടെ മൂവ്മെന്റ്സ് മനസ്സിലാക്കി കപ്പൽ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന്. ആ ജ്വൽ ട്രീ മരത്തിന് യാതൊരു കാരണവശാലും തീ പിടിക്കില്ല. ആ മരങ്ങളുള്ള ഗ്രാമത്തിൽ ഇതിനു മുൻപും ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രാമത്തിനോ നിങ്ങൾക്കോ യാതൊന്നും സംഭവിച്ചിട്ടില്ല. സോ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പലിന്റെ അടുത്തേക്ക് ഓടിയെത്തും. അതിൽ കെട്ടിവെച്ചിരുന്ന ആ ഒരു വലിയ പായ്ത്തുണി അത് മാത്രമാണ് കത്തി എരിഞ്ഞത്. സോ അത് റെഡിയാക്കാൻ നമ്മുടെ ആൾക്കാർക്ക് ഒരു അല്പസമയം വേണ്ടി വന്നു. ഇതാ പ്രസന്റ് കാണിക്കും. നമ്മുടെ ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയാണ്, കിൻ ഞങ്ങളൊരു അല്പം ലേറ്റ് ആയി പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. കിന്നാണെങ്കിൽ ജയിലിലുണ്ടായിരുന്ന ആ 3500 മുകളിലുള്ള സോൾജേഴ്സ് അവരെവിടെയും ചോദിക്കും. മാത്രമല്ല ആ റീജിയൻ ലീഡേഴ്സ് അവരെയും കാണാനില്ല. അവർക്ക് കൊടുത്തിരുന്ന വെപ്പൻസ് അതെല്ലാം തന്നെ ഇപ്പൊ മിസ്സിംഗ് ആണ്. അവരെല്ലാം എവിടെയെന്ന് കിന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ആൾക്കാരോട് ചോദിക്കും. ആക്ച്വലി നമ്മുടെ ആൾക്കാർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോഴായിരിക്കും കിന്ന് അവരുടെ മുൻപിൽ തലതാഴ്ത്തി നടന്നതെല്ലാം പറയുക. സത്യത്തിൽ ഞങ്ങളുടെ ഇടയിൽ ചതിയനുണ്ടായിരുന്നു. അവനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒറോച്ചി അറിയിച്ച് നമ്മുടെ പ്ലാനുകളെല്ലാം തകർക്കാൻ ശ്രമിച്ചത്. നമ്മളെ ചതിച്ചത് അത് മറ്റാരുമല്ല, സാക്ഷാൽ കാഞ്ചറോ ആണെന്ന് പറയും.
അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടി നിൽക്കുന്ന ഗ്യാപ്പിൽ ആ ഫ്ലൈയിങ് ഹ്യൂമൻസ് കുട്ടികളാണെങ്കിൽ അച്ചറം പൊച്ചറം ഒരുപാട് ബോംബുകൾ നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് വലിച്ചെറിയും. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എത്രയൊക്കെ ബോംബുകൾ എറിഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല, ഞങ്ങളെ തകർക്കാൻ കഴിയില്ല. അതിന് അവറ്റകൾ പറയും, കപ്പൽ തകർക്കാൻ ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, പക്ഷെ നിങ്ങളെ തകർത്ത് കടലിലേക്ക് തള്ളിയിടാൻ ഞങ്ങളെ കൊണ്ടാവും, അത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നു പറഞ്ഞ് അവറ്റകളാണെങ്കിൽ വീണ്ടും നിർത്താതെ അറ്റാക്ക് ചെയ്യും. ഇവിടെ കിന്നിനാണെങ്കിൽ അവർക്ക് സംഭവിച്ച ചതി അത് സഹിക്കാൻ കഴിയാതെ അവനങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. വില്ലന്മാരാണെങ്കിൽ നിർത്താതെ അമ്പുകൾ അങ്ങനെ അറഞ്ചം പുറഞ്ചം കപ്പലിന് നേരെ വലിച്ചെറിയാണ്. റോബിനും നാമിയും അവർ രണ്ടുപേരും ചേർന്ന് ആ ബോംബുകൾ ഫ്ലൈയിങ് ഹ്യൂമൻസിന് നേരെ തന്നെ അട്ടിച്ച് തെറിപ്പിക്കും. അവറ്റകളിൽ ചിലത് ആ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചു പോവാണ്. ലൂഫിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ തന്നെ ബാക്കിയുള്ള 4800 സോൾജിയേഴ്സിനെയും അവരെന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയടാ, ഞങ്ങളുടെ സോൾജിയേഴ്സ് അവരെവിടെ പോയി? അവരെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരികെ പിടിക്കണം. അതിനവർ പറയും, അവരെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഈ കപ്പലുകൾ ബോംബ് വെച്ച് തകർക്കുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഫ്രാങ്കിയും ടീമും ചേർന്ന് ശരിയാക്കിയ ആ കപ്പലുകൾ അതെല്ലാം ഞങ്ങൾ തകർത്തു. മാത്രമല്ല ഒറോച്ചി പറഞ്ഞ അനുസരിച്ച് ആ ബ്രിഡ്ജുകളും ഞങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു. സോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്തതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി കളിയാക്കി ചിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനവർ പറയും, നിങ്ങളുടെ സോൾജിയേഴ്സ് ആരും ഇവിടേക്ക് വരാനായിട്ട് പോകുന്നില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. കൈഡോയുടെയും ഒറോച്ചിയുടെയും സോൾജിയേഴ്സ് അവർ 30,000-ന് മുകളിലാണ്. സോ അവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. നേരെ ഇരുട്ടി വെളുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോരുത്തരെയായിട്ട് ഒറോച്ചിയുടെയും കൈഡോയുടെയും സോൾജിയേഴ്സ് അവരെല്ലാവരും ചേർന്ന് ലോക്ക് ചെയ്യുന്നു പറഞ്ഞ് വീണ്ടും അവർ പൊട്ടിച്ചിരിക്കും. പുനാമാരുമാണെങ്കിൽ ഇപ്പൊ ലൂഫിയൻ ടീമിനെ നോക്കും. അവരെല്ലാവരും കറക്റ്റായിട്ട് അവിടേക്ക് എത്തി. പക്ഷെ അവരുടെ ടീംസിന് മാത്രം അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് അപമാനം തോന്നും. അതേസമയം കാഞ്ചറോയ്ക്കാണെങ്കിൽ ഇപ്പൊ വല്ലാത്തൊരു ഹോപ്പ് തോന്നുന്നതാണ്. വില്ലന്മാരാണെങ്കിൽ ഇവിടെ കെന്നിനും ടീംസിനും നേരെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കണ്ട ലോഡ് ആൾക്കാർ അവരങ്ങനെ ചാടി വന്ന് ബോംബുകളെല്ലാം തന്നെ അങ്ങനെ തകർത്തെറിയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇപ്പൊ കെന്നിന്റെ ടീമിലേക്ക് വരും. അവരങ്ങനെ ശക്തി പ്രാപിച്ചു വരും. വില്ലുമാർക്കാണെങ്കിൽ ആ സമയത്തും പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല. അവർ മറ്റെന്തോ ഒരു വലിയ മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഏകദേശം നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും. വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. ബിഗ് മോമും കൈഡോയും അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് വെറും ഒരു ഫയർ ഫെസ്റ്റിവൽ അത് മാത്രമല്ല എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടുകയാണ്. കാരണം അവർ രണ്ടുപേരും 4 എംപറേഴ്സിൽ ഓരോരുത്തരാണ്. സോ അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് വലിയ ആപത്താണ്. ഇതുവരെ അവരിൽ ആരും തന്നെ തോൽപ്പിച്ചിട്ടില്ല. സോ അങ്ങനെയുള്ള സമയം ഈ 2 എംപറേഴ്സ് ഒന്നിച്ചു കഴിഞ്ഞാൽ അവരുടെ പവർഫുള്ളായ അസിസ്റ്റന്റ് സോൾജിയേഴ്സ് അങ്ങനെ എല്ലാവരും മുൻപോട്ടേക്ക് വന്ന് ഫൈറ്റ് ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് അവരെ തോൽപ്പിക്കാനായി കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യം കേട്ട് പരസ്പരം നോക്കുകയാണ്. വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ കണ്ട് അവരിപ്പോ പറയും, നിങ്ങളുടെ മുൻപിലുള്ളത് ഒരേ ഒരു വഴിയാണ്. ഇപ്പൊ തന്നെ ഞങ്ങളോട് മാപ്പ് പറഞ്ഞ് കീഴടങ്ങുക, അതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ വെല്ലുവിളിക്കും. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഓഫർ തരാം, ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അത് കേട്ട് ലോയും ഇപ്പോൾ അവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ എതിർക്കാനായി തയ്യാറായി കഴിഞ്ഞു. ലൂഫിക്കാണെങ്കിൽ ലൂഫി പറഞ്ഞ അതേ കാര്യം തന്നെ ലോ പറയുന്നത് ഒട്ടും ഇഷ്ടാവില്ല. ഞാൻ ഓൾറെഡി ആ കാര്യം പറഞ്ഞതല്ലേ, നീ എന്തിനാ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണേ ചോദിക്കും. അങ്ങനെ അവർ രണ്ടുപേരും 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. യൂസ്ട്രസ് കിഡ് ആണെങ്കിൽ അവർ രണ്ടുപേരും പിന്നിലാക്കി ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാൻ മുൻപിലേക്ക് വന്നു കഴിഞ്ഞു. അത് കണ്ട ലോയും ലൂഫിയും അവർ ഞൊട്ടിയിടയിൽ ആ വില്ലന്മാരുടെ കപ്പലിനടുത്തേക്ക് വരും. അവർക്ക് തൊട്ടു പിന്നാലെ യൂസ്റ്റസ് കിഡും അവിടേക്ക് വരികയാണ്. പിന്നീട് 3 പേരും ആരാണ് ആദ്യം അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർ 3 പേരും പരസ്പരം തർക്കിച്ചും പരസ്പരം തല്ലിയും ഇപ്പൊ ആ വില്ലന്മാരുടെ കപ്പലിലേക്ക് എത്തും. അതിനുശേഷം അവരുടെ ഫുൾ പവർ എടുത്ത് ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ലൂഫിയാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ 4th ഗിയറിലേക്ക് പോകും. അതിനുശേഷം ആ കപ്പൽ തന്നെ തകർത്ത് തരിപ്പണാക്കുകയാണ്. ഇവിടെ ലോയും യൂസ്റ്റസ് കിഡും അവർ കയ്യിൽ കിട്ടിയവരെ എല്ലാവരെയും കൂട്ടത്തോടു കൂടെ തല്ലിച്ചതച്ച് പഞ്ചറാക്കുകയാണ്. 3 കപ്പലുകളിൽ ഒരു കപ്പല് നമ്മുടെ ആൾക്കാർ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള 2 കപ്പലുള്ള വില്ലന്മാർക്കാണെങ്കിൽ ഇപ്പോൾ അവരുടെ പേടി കൂടി വരും. ഒരു കപ്പലാണെങ്കിൽ അവർ നൈസായിട്ട് ടേൺ ചെയ്യും. ഇവിടായിരിക്കും അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് യോഷിറോയുടെ കപ്പല് അതിപ്പോൾ അവിടേക്ക് കുതിച്ചു വരിക. അതായത് സാക്ഷാൽ ടെൻജിറോ ആണ് ടീം. വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരാണെങ്കിൽ യോഷിറോയോട് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. യോഷിറോ യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഷിപ്പ് ആണെന്ന് അവർക്കറിയില്ല. സോറോ ആണെങ്കിൽ ഡെൻജിറോയെ കണ്ട് ഷോക്കാവും. ലാസ്റ്റ് ടൈം അവൻ ഡെൻജിറോ ആയിട്ട് ഫൈറ്റ് ചെയ്തത്
ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സോറോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ടീമും ആണെങ്കിൽ ഡെഞ്ചറോയെ ശ്രദ്ധിക്കില്ല. അതേസമയം ഡെഞ്ചറോ അവനാണെങ്കിൽ അവന്റെ 2 സ്ക്വാഡ് എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവൻ ആ സ്ക്വാഡ് കറക്കി വില്ലന്മാരുടെ കപ്പലിൽ തന്നെ ആഞ്ഞൊരു വെട്ട്. ആ ഒരു വെട്ടില് കപ്പൽ അങ്ങനെ 2ആയിട്ട് പോവാണ്. കിന്നും ടീമും ആണെങ്കിൽ ഇത് കണ്ട് 1 സെക്കൻഡ് ഫ്രീസായി. അവൻ ആരാണെന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയി അവനെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.